ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. ഇന്ന് നമ്മൾ വയർ ആർട്ടിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇന്ന് നമ്മൾ ഗേജ് 12 ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് കട്ടിയുള്ള വയറാണ്, അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് കുറവായിരിക്കും. ഈ വയർ ഉപയോഗിച്ച് നമ്മളൊരു ബേർഡിൻ്റെ ഷേപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഗേജ് 18 വയർ കൊണ്ട് അതിൻ്റെ കൊക്കും കാലുകളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പം നമ്മൾ ബേർഡിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കാലുകളും അതുപോലെ കൊക്കും വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടി കുറഞ്ഞ വയറെടുക്കാം. നമ്മളിപ്പോൾ കൊക്കും കാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഓൾറെഡി 2 ബേർഡ്സിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിലൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു വയർ ആർട്ട് നമ്മളൊരു 1 ഡയമെൻഷണൽ അപ്രോച്ചിലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ഓരോ ഷേപ്സിൻ്റെയും അടിയിൽ നമുക്കിനി പേപ്പർ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഓരോ ഷേപ്പിനും ഒട്ടിക്കാനായിട്ട് നമുക്ക് ഇതിന് ചേരുന്ന പേപ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പഴയ പേപ്പറുകളൊക്കെ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലൊന്ന് നോക്കാം. ബുക്ക് പോസ്റ്റൊക്കെ വരുമ്പം കിട്ടുന്ന കവറുകളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഹാർട്ട് ഷേപ്പിന് നമുക്ക് ഈ ഒരു പേപ്പർ എടുക്കാം. നമുക്ക് എന്ത് പേപ്പർ വേണമെങ്കിലും ഇതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഡെക്കറേറ്റീവ് പേപ്പേഴ്സോ കാർഡ് സ്റ്റോക്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ കാർഡ് സ്റ്റോക്സോ ഡെക്കറേറ്റീവ് പേപ്പേഴ്സോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലുള്ള ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൽ കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹാർട്ട് ഷേപ്പിന് നമുക്ക് റെഡ് കളർ പേപ്പർ എടുക്കാം. ഇനി ബേർഡിന് നമുക്ക് ഈ കാർഡ് സ്റ്റോക്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഈ ഒരു കാർഡ് സ്റ്റോക്ക് ചേരുന്നുണ്ട് ബേർഡിന്. നമുക്കപ്പോൾ ഇത് രണ്ടും ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേർഡിനും ഹാർട്ടിനും ഒക്കെ ഉള്ള പേപ്പേഴ്സും കാർഡ് സ്റ്റോക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫിക്സ് ചെയ്യാനായിട്ടൊരു സ്റ്റാൻഡ് വേണം. അപ്പോൾ അതിന് നമുക്കൊരു വുഡൻ പീസ് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിയെടുക്കാം. ഇവിടുത്തെ മരപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി കിട്ടിയ കഷ്ണങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു പീസ് വലിയ കുഴപ്പമില്ല. ബേസായിട്ട് ഫിക്സ് ചെയ്യാനായതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിതിൻ്റെ എക്സാക്റ്റ് ഷേപ്പിലുള്ള പീസൊന്നും വേണമെന്നില്ല. അപ്പം നമുക്കിതെടുക്കാം. ഇനി നമ്മൾ ഈ ഓരോ ഷേപ്പിൻ്റെയും പുറകിലായിട്ട് ഈ പേപ്പേഴ്സ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഷേപ്പിൻ്റെ ഏകദേശം ഒരു അളവെടുത്തിട്ട് നമുക്ക് ആ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ പേപ്പറുകളൊക്കെ നമ്മൾ ഈ ഷേപ്പിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഈ ഷേപ്പിൻ്റെ പുറകിലായിട്ട് പശ തേച്ച് കൊടുക്കണം. ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് പശയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ പേപ്പർ ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഷേപ്സും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ പേപ്പറുകളൊക്കെ എക്സസ് വരുന്ന ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കളയണം. ഇപ്പം നമ്മൾ എല്ലാ ഷേപ്സിൻ്റെ അടിയിൽ പേപ്പർ ഒട്ടിച്ചിട്ട് എക്സസ് ആയിട്ട് വരുന്ന പാർട്ടൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 ഷേപ്സും ഈ വുഡൻ പീസിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഉണങ്ങി സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ദിവസം ഇതങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നമുക്കിപ്പോൾ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വയർ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഡിഫറെൻറ്റ് ഷേപ്സിൽ നമുക്ക് പല തരത്തിലുള്ള ഡെക്കറേറ്റീവ് സാധനങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യില്ലേ? അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.